ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവത്തിനനുബന്ധിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പഞ്ചപാണ്ഡവരുടെ വളരെ വലിയ തടി കൊണ്ട് നിർമ്മിച്ച പ്രതിമകളാണ്. എല്ലാ വർഷവും ആറാട്ടോടനുബന്ധിച്ച് ഇത്തരം പ്രതിഷ്ഠകൾ ഉണ്ടാകും. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ്. തങ്കവർണ്ണത്താൽ തിളങ്ങുന്ന പത്മനാഭസ്വാമി ക്ഷേത്രവും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ്. എത്ര കണ്ടാലും എത്ര തൊഴുതാലും മതി വരാത്ത ഒരു അനുഭവമാണ്. ഇത് പഞ്ചപാണ്ഡവരിൽ മൂത്ത ആളായ യുധിഷ്ഠിരൻ്റെ ശില്പമാണ്. അതുപോലെ തന്നെ മറ്റ് 4 പേരുടെയും ഇത്തരം പ്രതിമകൾ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത് ക്ഷേത്ര പരിസരത്ത് സാധാരണ കാണാറുള്ള പോലെ വസ്തുക്കളും ക്ഷേത്ര സംബന്ധമായ മറ്റു പൂജാവിധിക്കുള്ള സാധനങ്ങളും ആണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. പത്മതീർത്ഥക്കുളവും അതിനടുത്തായി നിൽക്കുന്ന ഭീമസേനനും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയാണ് ഈ കാണുന്നത്. അന്യ സ്റ്റേറ്റുകളിൽ നിന്നും ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും നോർത്ത് ഇന്ത്യ ഭാഗങ്ങളിൽ. ഇത് ഇവിടുത്തെ മണിഗോപുരമാണ്, ബെൽ ടവർ. അതുപോലെ തന്നെ ഈ പ്രതിമ അർജുനൻ്റെയും പ്രതിമയാണ്. വൈകുന്നേരം 3 മണിക്ക് ഇന്ന് ആറാട്ട് നടക്കും. അതായത് 1/4/2026 ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും എയർപോർട്ടിന് ഉള്ളിലൂടെ ആണ് ഈ ആറാട്ട് കടന്നു പോകുന്നത്. ശംഖുമുഖം കടലിൽ ആറാടിയതിന് ശേഷം ഭഗവാനെയും കൊണ്ട് തിരിച്ച് എഴുന്നള്ളും. രാജകുടുംബത്തിലെ അംഗങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു ഘോഷയാത്രയും ആറാട്ടിനോട് അനുബന്ധിച്ച് ഗജവീരന്മാരും അശ്വാരൂഢരും പോലീസ് സേനയും എല്ലാം ഉണ്ടാകും. നകുലനും സഹദേവനുമാണ് അടുത്തടുത്ത് നിൽക്കുന്നത്. വളരെ നല്ല രീതിയിൽ, പുതിയതായി തോന്നുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഈ ആറാട്ട് അനുബന്ധിച്ച് ഇവിടെ ഈ പ്രതിഷ്ഠകൾ ഉണ്ടാവും. ഒരു നല്ല ഒരു കാഴ്ച ഭംഗിയാണ് സമ്മാനിക്കുന്നത്. ക്ഷേത്രകുളം, പത്മതീർത്ഥക്കുളം, പത്മതീർത്ഥമേ ഉണരൂ മാനസ പത്മതീർത്ഥമേ ഉണരൂ എന്ന വയലാർ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. കേൾക്കാൻ തന്നെ വളരെ ഇമ്പമുള്ള ആ ഗാനം ഈ പത്മതീർത്ഥവുമായി ബന്ധപ്പെട്ട പുരാതനമായ പഴയൊരു സിനിമയിൽ നിന്നുള്ള ഗാനമാണ്. വളരെ പ്രൗഢ ഭംഗിയോട് തന്നെ ഇതിവിടെ നിലനിർത്തി പോരുന്നു. ആറാട്ട് കഴിഞ്ഞാൽ ഈ പ്രതിമകളെല്ലാം ഇവിടെ നിന്ന് മാറ്റപ്പെടും. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.
നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ നൽകി സഹായിക്കുക.